ഹലോ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വാഴച്ചുണ്ട് വെച്ചിട്ട് ഒരു പൂ ഉണ്ടാക്കാവേ. നമ്മൾ ആദ്യം വാഴച്ചുണ്ട് തോരൻ വെക്കാൻ പോകുമ്പോൾ ആദ്യത്തെ 3-4 ലെയർ നമ്മൾ എടുത്ത് കളയല്ലേ ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഒരു പൂ ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഓരോ ലെയറായിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ടാക്കി എടുത്തിട്ട് പിന്നെ കുനുകുനാന്ന് കട്ടാക്കി എടുത്ത് പിന്നെ ചുരുട്ടി എടുക്കണേ. ചുരുട്ടി എടുക്കുമ്പോൾ മറു സൈഡ് വെച്ചിട്ട് ചുരുട്ടി എടുക്കണം. എന്നാലേ ആ പൂവിൻ്റെ ഇതൾ പുറത്തോട്ട് വരുള്ളൂ. എന്നിട്ട് പിന്നെ അത് നൂല് കെട്ടിയെടുക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ പൂക്കൾ നമുക്ക് ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ പിന്നെ അത് പോകും. ഇപ്പോൾ നമ്മൾ പിള്ളേർക്കൊക്കെ സ്കൂളിൽ വെജിറ്റബിൾ കാർവിങ് കോമ്പറ്റീഷനൊക്കെ വെക്കുകയല്ലേ, അങ്ങനത്തേതിനൊക്കെ യൂസ് ആകുമത്. പിന്നെ അതുമല്ല ഈ കല്യാണത്തിനൊക്കെ വെജിറ്റബിൾസിൽ ഓരോന്നുണ്ടാക്കി വെക്കുമല്ലേ, അപ്പം ഡെക്കറേഷന്, അപ്പോൾ അങ്ങനത്തേതിനൊക്കെ ഇത് യൂസ്ഫുൾ ആകുമെന്ന് ഓർത്തിട്ടാണ് ഞാനിത് ചെയ്തത്. ലെയേഴ്സിൽ കട്ടിയുള്ളതും ഉണ്ട് കട്ടി ഇല്ലാത്തതും ഉണ്ട്. ആദ്യം ഞാൻ ചെയ്തത് കട്ടിയുള്ളതായിരുന്നു, അത് അത്ര ഇതായിട്ട് വന്നില്ല. കട്ടിയില്ലാത്തത് കനം കുറഞ്ഞിട്ടുള്ളത് ആക്കുമ്പോൾ അത് കുറച്ചുകൂടെ നന്നായിട്ട് കാണുന്നുണ്ട്, ഭംഗിയായിട്ട് കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഇനിയൊരു പൂവാണ്, വേണമെങ്കിൽ നമുക്കത് അങ്ങനെയും വെക്കാം. പിന്നെ നമുക്ക് പെറ്റൽസ് ആയിട്ട് കട്ടാക്കി എടുത്തിട്ട് അതിൽ ജോയിൻ ആക്കുകയും ചെയ്യാവേ. ഇതിൽ ഞാൻ പെറ്റൽസ് എടുത്തത് ഉള്ളിലേക്ക് വരുന്ന പെറ്റൽസൊക്കെ ചെറിയ സൈസിലും പുറത്തേക്കുള്ള പെറ്റൽസ് വലിയ സൈസിലുമാണ് കട്ടാക്കി എടുത്തേക്കുന്നത്. അതിനി ഫിക്സ് ആക്കുന്നത് പിന്നെയും ടൂത്ത് പിക്ക് വെച്ച് തന്നെയാണ് ചെറിയതായിട്ട് കട്ടാക്കി ഷാർപ്പുള്ളവിടെ വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക ചെയ്യുന്നത്. ഞാൻ വാഴച്ചുണ്ടിൽ ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയപ്പോൾ അങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയതാണ്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. എല്ലാ പെറ്റൽസും ജോയിൻ ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് ആ പുറത്തോട്ടുള്ള പെറ്റൽസൊക്കെ ഒന്ന് ചുരുട്ടി കൊടുക്കാം. അപ്പോൾ പൂ ഒന്ന് വിടർന്നിരിക്കുന്ന പോലെ ഒന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് പൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, പിന്നെയും സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടുകാരെ ബൈ.